ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള PSC സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി തസ്തികയുടെ വിഷയം അടിസ്ഥാനപ്പെടുത്തി, സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ റെഫർ ചെയ്യേണ്ട കുറച്ച് റെഫറൻസ് ബുക്കുകളെ പരിചയപ്പെടുത്താനായിട്ടാണ്. സെൽഫ് സ്റ്റഡി ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പൊതുവായിട്ട് നിങ്ങൾ ആ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടും 10 മൊഡ്യൂൾസ് ആണ് കേരള PSCയുടെ കെമിസ്ട്രി സയന്റിഫിക് ഓഫീസറുടെ സിലബസ് ആയിട്ട് PSC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ചൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് സിലബസിനെ 5 ആയിട്ട് തന്നെ തിരിക്കാം. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അനലിറ്റിക്കൽ, മിസ്ലേനിയസ് ടോപ്പിക്. കാരണം ഇനോർഗാനിക്കിന്റെ തന്നെ 2 മൊഡ്യൂൾ പോകുന്നുണ്ട്, ഓർഗാനിക്കിന്റെ ഒരു 3 മൊഡ്യൂൾ പോകുന്നുണ്ട്, ഫിസിക്കലിന്റെ 3 മൊഡ്യൂൾ പോകുന്നുണ്ട്, അനലിറ്റിക്കലിന്റെ 1, മിസ്ലേനിയസിന്റെ 1. അങ്ങനെയാണ് സിലബസ് അവിടെ തരം തിരിച്ചിരിക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും കുര്യൻ ശർമ്മയുടെ ഫിസിക്കലും കുര്യൻ ശർമ്മയുടെ ഇനോർഗാനിക്കും. അത് നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും വേണം. അതോടൊപ്പം ബാക്കി റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗത്ത് നിന്നും, അതായത് ഫിസിക്കലിൽ വരുന്ന സ്പെക്ട്രോസ്കോപ്പിയിലെ റെഫറൻസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ബാൻവെല്ലിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിക്ക് പാവിയ, സിൽവർസ്റ്റീൻ ഒക്കെ യൂസ് ചെയ്യാം. ഈ 2 ടെക്സ്റ്റ് ബുക്ക് മാത്രം മതിയാവും സ്പെക്ട്രോസ്കോപ്പിയുടെ റെഫറൻസ് ആയിട്ട്. ഇനോർഗാനിക്കിന് കുര്യൻ ശർമ്മയോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ബുക്കുകളാണ് ഹ്യൂഹി, മീസ്ലർ ആൻഡ് ടാർ, ഷ്രിവർ ആൻഡ് അറ്റ്കിൻസ്, അതുപോലെ JD ലീ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സെറ്റിന്റെയും നെറ്റിന്റെയും ഒക്കെ സിലബസ് കോമൺ ആയിട്ട് തന്നെയാണ് സയന്റിഫിക് ഓഫീസറിന്റെയും വന്നിരിക്കുന്നത്. അതിൽ ചില ടോപ്പിക്സ്, ഇപ്പൊ സെറ്റിൽ ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ് സയന്റിഫിക് ഓഫീസറിലുണ്ട്, സയന്റിഫിക് ഓഫീസറിലുള്ള ടോപ്പിക്കുകൾ സെറ്റിൽ ഇല്ലാത്തതുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സിന്റെ ഒക്കെ നല്ല ബെസ്റ്റ് റെഫറൻസ് ആണ് JD ലീ, അറ്റ്കിൻസ് ഒക്കെ. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി, വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നെയിംഡ് റിയാക്ഷൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് നറൈന്റെ മെക്കാനിസംസ് ഇൻ അഡ്വാൻസ്ഡ് ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ കോൺസെപ്റ്റ് കൃത്യമായി ക്ലിയർ ആവാൻ ഓർഗാനിക് കെമിസ്ട്രി ബൈ ക്ലെയ്ഡൻ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെയുള്ള ഒരു ടോപ്പിക് ആണ് സ്റ്റീരിയോ കെമിസ്ട്രി. സ്റ്റീരിയോ കെമിസ്ട്രിക്ക് മറ്റൊന്നും നോക്കണ്ട, കൽസി തന്നെ ധാരാളം. കൽസിയിൽ അതേപടി എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു കോൺസെപ്റ്റിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോട്ടോ കെമിസ്ട്രി, അതുപോലെ തന്നെ പെരിസൈക്ലിക് റിയാക്ഷൻസ് ഉണ്ട് ഓർഗാനിക്കില്. അതിന് ഏറ്റവും ബെസ്റ്റ് റെഫറൻസ്, 1 and only 1 റെഫറൻസ് എന്ന് പറയുന്നത് ജഗദംബ സിംഗ് ആണ്. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യും. അടുത്തത് ഫിസിക്കലിൽ വന്നിട്ട് ക്വാണ്ടം കെമിസ്ട്രിയും ഗ്രൂപ്പ് തിയറിയും നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല. ക്വാണ്ടം കെമിസ്ട്രിയുടെ ഏറ്റവും നല്ല റെഫറൻസ് എന്ന് പറയുന്നത് ഡൊണാൾഡ് A. മക്വറി ആണ്. ഗ്രൂപ്പ് തിയറി വളരെ സിമ്പിൾ ആയിട്ട് ഗ്രൂപ്പ് തിയറി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ചുറ്റി നമ്മൾ MSc ലെവലിൽ പഠിച്ച ഒരു അപ്രോച്ചേ അല്ല ഗ്രൂപ്പ് തിയറിക്ക് നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കൊടുക്കേണ്ടത്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു പോയാലേ ഗ്രൂപ്പ് തിയറിയുടെ കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഗ്രൂപ്പ് തിയറിക്ക് പറ്റിയ ഒരു ടെക്സ്റ്റ് ബുക്ക്, സ്വർണ്ണലക്ഷ്മിയുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ശേഷം അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഗാരി ഡി ക്രിസ്റ്റ്യൻ തന്നെ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ മിസ്ലേനിയസ് ടോപ്പിക്കിൽ എൻവയോൺമെന്റൽ കെമിസ്ട്രി, അതുപോലെ ഗ്രീൻ കെമിസ്ട്രി, സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി, അതിനൊക്കെ നിങ്ങൾ കൂടുതലും ക്വസ്റ്റ്യൻസ് MCQs വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻവയോൺമെന്റൽ കെമിസ്ട്രി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ, നിങ്ങൾ ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങളുടെ സെംവൈസിന്റെ ഒക്കെ കാണും. അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഗ്രീൻ കെമിസ്ട്രിക്കൊന്നും ഗ്രീൻ കെമിസ്ട്രിയുടെ അശുതോഷ് ശർമ്മയുടെ ബുക്കൊന്നും മൊത്തത്തിൽ വായിക്കണമെന്നില്ല. മാക്സിമം MCQs പ്രൊവൈഡ് ചെയ്യുന്നത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ MCQs വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും നാനോയ്ക്കൊക്കെ നല്ലത്. അപ്പൊ ഇതെല്ലാം തിയറി പഠിക്കാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ റേഞ്ച് ഓഫ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിനി തിയറി എല്ലാം പഠിച്ചാലും നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്.
കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടത് സ്പീഡാണ്. തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എത്രത്തോളം പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങളെ നിർണ്ണയിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് MCQs വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ കൂടുതലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ഗണിറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു MSc ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് അവൈലബിൾ ഏതാന്ന് ചോദിച്ചാൽ അരിഹന്തിന്റെ സീരീസ് നല്ല ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള രീതിയിൽ നല്ലതാണ്. നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതിൽ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിന്റിംഗ് എറേഴ്സ് സ്വാഭാവികമായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് അവൈലബിൾ ഏതാണ്? അരിഹന്തിന്റെ സീരീസ് ആണ്. അപ്പൊ അരിഹന്തിന്റെ ബുക്ക് നിങ്ങൾ കഴിവതും വാങ്ങിച്ച് ക്വസ്റ്റ്യൻ സീരീസ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും ഒരു റേഞ്ച് ഓഫ് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പൊ അത്രയും ഒരു വൈഡ് ആൻഡ് റീഡിംഗ് ഒക്കെ നിങ്ങളുടെ എക്സാമിന്റെ കോൺഫിഡൻസ് കൂട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടോസ് അക്കാഡമി നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ ഈ ഒരു റേഞ്ച് ഓഫ് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ന്യൂ ഇൻഫോർമേഷനുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. താങ്ക് യു.